റിയൽമിയുടെ റിയൽമി പാഡ് 2 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പല ഫീച്ചേഴ്സും അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേമും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി പാഡ് 2 എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി പാഡ് 2ൽ 11.5 ഇഞ്ചിൻ്റെ 2K ഡിസ്പ്ലേ ആയിരിക്കും വരിക. റെസൊല്യൂഷൻ വരിക 2000x1200 ആയിരിക്കും. LCD പാനലായിരിക്കും ഇതിൽ വരിക. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. റിഫ്രഷ് റേറ്റ് 40 ഹെർട്സ് 60 ഹെർട്സ് അല്ലാന്നുണ്ടെങ്കിൽ 120 ഹെർട്സ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. 10 ബിറ്റ് ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 85.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരും. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 450 നിറ്റ്സ് ആയിരിക്കും. DC ഡിമ്മിംഗ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ 01 അൾട്രാ വിഷൻ എഞ്ചിൻ എന്നുള്ള ഫീച്ചറൊക്കെ വരുന്നതായിരിക്കും. ഡിസ്പ്ലേ പെർഫോമൻസ് ഒന്നും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഗ്രീന് അതുപോലെ തന്നെ ഗ്രേ എന്നിങ്ങനെ 2 കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം. ഇപ്പം പുറത്ത് വന്നിട്ടുള്ള ടീസറിൽ ഇങ്ങനെ 2 കളർ വേരിയൻസ് ആണ് കാണിക്കുന്നത്. പിന്നെ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊന്നും വരാൻ ചാൻസ് ഇല്ല. ഫേസ് അൺലോക്കിംഗ് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. ഇത് തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറാണ്. പിന്നെ ഈ ഒരു ടാബിൻ്റെ വില ഒരു 15,000 രൂപയ്ക്ക് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയേണ്ടി വരും. പിന്നെ ഈ ഒരു ടാബിൽ 8GB റാം വരെ വന്നേക്കാം. അതുപോലെ തന്നെ 128GB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. 3.5mm ഓഡിയോ ജാക്ക് ഈ ടാബിൽ വരാൻ സാധ്യതയില്ല. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ 20 മെഗാ പിക്സലിലെ ക്യാമറ വന്നേക്കാം. ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ചിലപ്പം വന്നേക്കാം. എന്തായാലും ക്യാമറയെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8360 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വന്നേക്കാം. അപ്പോൾ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പൊക്കെ ഈ ടാബിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 19 ഈ ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ജൂലൈ 26 മുതൽ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ് ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 15,000 to 17,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റിയൽമിയുടെ റിയൽമി പാഡ് 2 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പ്രൈസിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നല്ലൊരു പ്രൈസിങ്ങിൽ ഈ ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും റിയൽമി പാഡ് 2 എന്ന ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.